ശരിക്കും ഞാൻ ഈ നാട്ടിലെ മരുമോനാണ്. മിമിക്രിക്കാരുടെ പക്ഷേ പറയുന്ന മാട്ടപ്പരിപാടി എന്ന് പറയും, ചെറിയ ചെറിയ പരിപാടികളായിട്ടൊക്കെ പോയി അപ്പോഴാണ് ശരിക്കും ആഗ്രഹം മനസ്സിൽ വരുന്നത്. ഞാനൊരു സാധാരണ കുടുംബത്തിലൊരാളാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. ഒരു മാസം തുച്ഛമായ ശമ്പളം വരുന്നത്. അത് പെട്ടെന്ന് നിർത്തിയപ്പോൾ എൻ്റെ ഒരു വരുമാനം എൻ്റെ വീടിന് അത്യന്താപേക്ഷിതമാണ്. പക്ഷെ ബന്ധുക്കൾ കുറേ പേരൊക്കെ എടാ നീ ജോലിയും കളഞ്ഞിട്ട് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. നല്ല കുറേ സമയങ്ങളിലൂടെ പോയി കൊറോണ വരെ. കൊറോണയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും താഴെ പോയാലും ഞാൻ അടപടലം താഴെ പോയി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്നാൽ എന്നോട് പറയുന്ന ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ്. നല്ല ഉണ്ണിയപ്പത്തിൻ്റെയും നല്ല കലാകാരന്മാരുടെയും നാട്ടിലാണ്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മിനി സ്ക്രീൻ താരത്തെ മീറ്റ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങളും സൗഹൃദങ്ങളും നാട്ടുകാരെ ഒക്കെ പരിചയപ്പെടാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ആരാണെന്നുള്ളത് വഴിയെ പരിചയപ്പെടാം. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. പോരൂ. ചേട്ടാ, ഈ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ വീട് ഇവിടെ അടുത്താണോ? ഫുട്ബോൾ കളിക്കുന്ന റൊണാൾഡോ ആണോ? ഫുട്ബോൾ കളിക്കുന്ന റൊണാൾഡോയുടെ വീട് ഇവിടെയാണോ വരുന്നത്? നമ്മുടെ ഈ അലിയൻസിലൊക്കെ അഭിനയിക്കുന്നത്? ഓ, അഭിലാഷ. ആ, ഈ പറഞ്ഞ ആൾക്ക് ഈ മുഖമായിട്ടുള്ള ഇവിടെ ഇരിപ്പട്ടോ. ചായ കുടി എന്താണ് വീട്ടിൽ നിന്ന് ചായ വന്നിട്ട് ഇവിടെ നിൽക്കുന്നു? വീട്ടിൽ നിന്ന് ചായ കുടിക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ല സമോറിലൊരു ചായ കുടിച്ചാലോ? അതാ വീട്ടിൽ പോകണം. പഴയ പോലെ മുട്ട കിട്ടുന്നുണ്ടോ ഇപ്പോൾ? എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങളുടെ ലുലുമള അത്. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം? വിശേഷങ്ങളെന്ന് പറഞ്ഞപ്പം 2020 ചില കാര്യങ്ങളുണ്ട്, എനിക്ക് ചോദിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. ഈ അഭിലാഷ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കണം. ഈ അഭിലാഷ് എന്നാണോ റൊണാൾഡോ എന്നാണോ ഇവിടെ അറിയപ്പെടുന്നത്? രണ്ടുപേരിലും അറിയപ്പെടാറുണ്ട്. കോമഡിയിലുള്ള ആളെന്ന് അറിയപ്പെടാറുണ്ട്, സീരിയലുള്ള ആളെന്ന് അറിയപ്പെടാറുണ്ട്. പിന്നെ അലയൻസ് കാണുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ റൊണാൾഡോ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ അല്ലാതെ അഭിലാഷ് കൊട്ടാരക്കരക്കാരെന്ന് പറയാറുണ്ട്. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും മനോഹരമായ കവല, അത് ഇത്രയും ചെറിയ ചായക്കട ഇവിടെ രാവിലെ തുറക്കുന്നേ. രാവിലെ തൊട്ട് വൈകിട്ട് ഭയങ്കര തിരക്കാണ്. നമ്മുടെ ഈ നാടൻ കടകളിലെ ചായ ഉണ്ടല്ലോ, അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ തേയിലക്കറ വീടുന്ന, അതായത് ചായ ഒഴിച്ചിട്ട് ആ തേയില സഞ്ചി വെച്ചിട്ടൊന്ന് അമക്കും. അതിന്റെ കറ കിട്ടുന്ന ചായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ഇതാ. അതാണ് നാടൻ ചായ എന്ന് പറയുന്നത്. അതാ ശരിക്കും നാടൻ ചായ എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ മറ്റേ കുറച്ച് തേയില ഒഴിച്ച് വര കൂടിയിട്ട് ആട്ടിക്കുട്ടി തരുന്നതല്ല. തേയിലക്കറയുള്ള ആ ടേസ്റ്റോടെ കടുപ്പത്തിലൊരു ചായ ഉണ്ട്. പക്ഷെ എന്നെ അതിശയപ്പെടുത്തി നിങ്ങൾ ആ ഒരു പത്രത്തിനിടയിൽ ഒളിച്ചിരുന്നതാണ്. അതാണ് അത് ഭയങ്കര അതിശയകാരം. ഇത്രയും ചെറിയ ശരീരം വെച്ചിട്ട് ഇത്രയും വലിയ പത്രത്തിനിടയ്ക്ക് വലിയ കാര്യം തന്നെയാണ്. ചേട്ടാ, ഈ നാട്ടുകാരെ പറ്റി പറയുമ്പോഴേ, ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ വരുന്ന അല്ലെങ്കിൽ എൻ്റെ ഗസ്റ്റായിട്ട് വന്ന് എല്ലാവരോടും ചോദിച്ചൊരു കോമൺ ചോദ്യം, ഈ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ? നാടെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ഈ നാട്ടിലെ മരുമോനാണ്. എൻ്റെ വൈഫ് ഹൗസാണ് ഇവിടെ. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര, എനിക്ക് 5 കിലോമീറ്റർ അടുത്ത് ഇഞ്ചക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും ഒരു നാടിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ കലാരംഗത്തേക്ക് എത്തിയത് തന്നെ. ഒരു നാട്ടിൽ തന്നെ ഒരു ചെറിയ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഞാനും കമ്മിറ്റി മെമ്പറാണ്. അപ്പം ഞാൻ അന്നൊരു മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ 2-3 മിമിക്രി ആർട്ടിസ്റ്റുകൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് അപ്പം അമ്പലത്തിന് വരുമാനമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞു നമുക്കൊരു ഈ 10-20 രൂപ ഒപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മിമിക്രി പരിപാടി വെക്കാം. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു. അങ്ങനെ അമ്പല കമ്മിറ്റിയും പിന്നെ നാട്ടിലുള്ള ഗൾഫിലുള്ള സുഹൃത്തുക്കളൊക്കെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ട് അങ്ങനെ ആ പ്രോഗ്രാമിലൂടെ ഞാൻ ഭാഗമായിട്ടാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. അത് 2010-11 ആ സമയത്തൊക്കെ അങ്ങനെ കലാരംഗത്തേക്ക് വരുന്നത്. അല്ലാതെ എനിക്ക് യാതൊരുവിധ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷേ മിമിക്രി, ഗാനമേള ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, ഉത്സവപ്പറമ്പുകളെല്ലാം പോയി കാണും. കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ല. സ്റ്റേജിൽ ഹൈസ്കൂളിലെങ്ങാണ്ട് ഒപ്പനയ്ക്ക് മണവാളനായിട്ട് കൂളിംഗ് ക്ലാസ് വെച്ച് ഇങ്ങനെ ഒരു ഇരുത്തി, അതാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ ആഗ്രഹം ഭയങ്കര ഇതൊക്കെ കാണാനും കേൾക്കാനും. പക്ഷെ അവതരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു നാണം കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ഈ സ്റ്റേജിൽ കയറുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ 1000-500 ആൾക്കാർ
അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെ. തുടക്കം ഭയങ്കര കൈവറയല്ല. ഇപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ കട്ടം പൊങ്ങുമ്പോൾ അത്ര ആൾക്കാരെ കാണുമ്പോൾ ഒരു നമുക്ക് ആദ്യ സ്റ്റേജിന്റെ കൂട്ടൊരു ഇതുണ്ട്. പക്ഷേ തുടക്കകാലത്ത് കൂടുതൽ ആൾക്കാരെ കാണുമ്പോൾ ടെൻഷനാണ്, കാരണം എങ്ങാനും പാളിപ്പോയാൽ. പക്ഷെ പക്ഷെ ഇപ്പോഴാള് കുറയുന്നതാണ്. ആള് കുറയുമ്പോൾ നമ്മൾ മൂഡ് ഓഫ്, ആൾ കൂടുതലുള്ളതാണ്. ഇപ്പൊ പിന്നെ പ്രോഗ്രാമുകൾക്ക് ഈ ചാനലിലൊക്കെ കൂടെ വന്ന് മുഖപരിചയം കൊണ്ട് നമുക്ക് ആൾക്കാരുടെ ഒരു സ്നേഹം അറിയാൻ പറ്റുന്നുണ്ട്. എങ്ങാനും മോശമായാലും അതിന്റെ ഒരു പരിഗണനയിലൂടെ കെട്ടിയിടത്തൊന്നുമില്ല. ഈ സ്റ്റേജ് പരിപാടി എത്ര നാൾ പോയി? അങ്ങനെ സ്റ്റേജ് പരിപാടിയായിട്ട് പിന്നെ അതുമായിട്ട് പോയി ഞങ്ങൾ ചെറിയ ചെറിയ കൊച്ചു അതായത് മിമിക്രിക്കാരുടെ പക്ഷേ പറയുന്ന മാട്ടപ്പരിപാടി എന്ന് പറയും, ചെറിയ ചെറിയ പരിപാടികളായിട്ടൊക്കെ പോയി അപ്പോഴാണ് ശരിക്കും ആഗ്രഹം മനസ്സിൽ വരുന്നത്, ഇതൊരു പ്രൊഫഷൻ ആക്കണം, അല്ലെങ്കിൽ എനിക്ക് മിമിക്രിയിലൂടെ. അപ്പോൾ എൻ്റെ 2-3 സുഹൃത്തുക്കൾ, സതീഷ് വെട്ടിക്കൽ, അവരൊക്കെ ഒന്ന് കോമഡി സ്റ്റാറിൽ തിളങ്ങി നിൽക്കുന്ന സമയം, കോമഡി സ്റ്റാർ വോഡാഫോൺ കോമഡി സ്റ്റാർ സീസൺ 1 അതിൽ നെൽസൺ ചേട്ടൻ, അങ്ങനെ ശശാങ്കൻ ചേട്ടൻ, അവരൊന്നും പരിചയമില്ല, അവരൊക്കെ പിന്നീടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ സതീഷൊക്കെ നമ്മൾ കാര്യം പറയാനും വഴികളിലൊക്കെ വെച്ച് കാണുമ്പോൾ അവന് ആൾക്കാർ പിന്നെ ഫോട്ടോ എടുക്കാനും പരിചയപ്പെടാനൊക്കെ വരുന്നത് കണ്ടിട്ട് ഇങ്ങനെ ത്വര കൂടി ദൈവമേ അങ്ങനെ ഒന്ന് എത്തണം. അങ്ങനെ ഞാനൊരു പ്രൊഫഷണൽ ട്രൂപ്പിൽ, കൊച്ചിൻ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ വർക്ക് ചെയ്തു. ആ സമയത്താണ് വോഡാഫോൺ കോമഡി സ്റ്റാർ സീസൺ 2 എന്ന് പറഞ്ഞിട്ട് ഓഡിഷൻ വിളിച്ചു. ട്രൂപ്പിൽ എങ്ങനെ കയറിയപ്പോൾ? ട്രൂപ്പിൽ അതിലൂടെ നിന്നിട്ടാണ് ഞാൻ എന്നോടൊപ്പം ചെറിയ പരിപാടിക്ക് വരുന്ന ഒരു ഷാൻ ഉണ്ട്, ഷാൻ പുന്നപ്ര എന്ന് പറയുന്ന സിംഗറാണ്. അവനിലൂടെയാണ് ഞാൻ ഈ മെഗാസ്റ്റാറിൽ, കൊച്ചി മെഗാസ്റ്റാറിൽ കയറുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വിഷ്ണു മോഹൻലാലിൻ്റെ ഫിഗറൊക്കെ ചെയ്ത്, പിന്നെ സ്കിറ്റിൽ ഒരു ലേഡി ക്യാരക്ടർ, അത് റെക്കോർഡിങ്, അന്ന് ലൈവ്, അന്നത്ര വണ്ണമൊന്നുമില്ല, ഇതിൻ്റെ പകുതിയുള്ളൂ. പിന്നെ ലേഡി ക്യാരക്ടറൊക്കെ അന്ന് ലൈവ് ചെയ്യാനൊന്നും അറിയത്തില്ല. ഈ ഫിഗർ ഷോയും ഇതും പിന്നെ സൈഡ് ചെയ്യുന്നിട്ട് സ്ട്രിങ് ചെയ്യുന്ന എനിക്ക് എന്നുള്ള മ്യൂസിക്കിലൊക്കെ പരിപാടിയാണ്, വലിയ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെയാണ് ഈ ഓഡിഷനിൽ ഞങ്ങൾ പേര് കൊടുക്കുന്നു. ഓഡിഷനിൽ പോയി, ആദ്യത്തെ ഓഡിഷൻ പൊട്ടുന്നു, രണ്ടാമത്തെ ഓഡിഷന് വീണ്ടും അവസരം കിട്ടുന്നു. ആ രണ്ടാമത്തെ ഓഡിഷനിൽ അത്യാവശ്യം നല്ലൊരു സ്കിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിൽ കയറിയതിന് ശേഷമാണ് ഈ പറയുന്ന ആൾക്കാർ തിരിച്ചറിയുന്ന ആഗ്രഹം, ഒരു ടി വിയിലെ മോഹം കാണിക്കാൻ പറ്റി. ആ കോമഡി എക്സ്പ്രസിന്റെ ടൈറ്റിൽ വിന്നറായിട്ടാണ് ഞങ്ങളുടെ ടീം ഇറങ്ങുന്നത്, ടീം ഹാപ്പി. ടി വിയിൽ വന്നു, അതും പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൽ വന്ന് ഒരു മുഖം എന്ന് പറയുമ്പോഴേക്കും അത് സ്റ്റാമ്പാണ്, വലിയൊരു പ്ലാറ്റ്ഫോം. അപ്പം ഒരു ആദ്യത്തെ തിരിച്ചറിയൽ മൊമെന്റോ ഉണ്ടല്ലോ, ഇയാള് മറ്റേ അതിനകത്തുള്ള ആളല്ലേ, അത് ഭയങ്കര സന്തോഷം. അത് തമ്പാനൂരൊക്കെ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടാണ്, അന്ന് ബസ്സിലല്ലേ പോണത്, ഇപ്പോഴും ബസ്സിലാണ് യാത്ര കൂടുതൽ. കോമഡി എക്സ്പ്രസ് അത്യാവശ്യം കയറി ഒരു വർഷത്തോളമൊക്കെ ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റിയാലിറ്റി ഷോകളിൽ ആൾക്കാർ പെട്ടെന്ന് അറിയുന്നതെന്ന് പറയുന്നത് ജഡ്ജസ് പേര് പറയുന്നവരെയാണ്. ജഡ്ജസ് അഭിലാഷ് താങ്കളുടെ പ്രകടനം കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ശശാങ്കൻ താങ്കൾ ഇന്നത്തെ സ്കിറ്റ് ബെറ്റർ ആയിരുന്നു, അങ്ങനെ പേര് പറയുന്നവരാണ് ആൾക്കാർ പെട്ടെന്ന് ഐഡന്റിറ്റി ചെയ്യുന്നത്. എനിക്ക് പക്ഷേ അതിനേക്കാളുപരി എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തടിയാണ്. അന്നും ഇത്ര ഇല്ലെങ്കിൽ പോലും തടിയുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെ കോബ്ര രാജേഷ് എന്ന് പറയുന്ന ആൾ മെലിഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങളുടെ കോംബോ ശരിക്കും സ്കിറ്റുകളിൽ വർക്കൗട്ട് 1-0 പോലെ. അപ്പോൾ ട്രൂപ്പ് പിന്നെ ചാനലിലേക്ക് പോകാനും തിരിച്ചു വരാനൊക്കെ സ്റ്റാൻഡുകളിൽ നിൽക്കുമ്പോഴും വണ്ടികളിൽ നിൽക്കുമ്പോഴൊക്കെ ആൾക്കാർക്ക് എവിടെയോ ഒരു പരിചയം, ഇന്ന നാളാണെന്നറിയാം, എവിടെയോ ഒരു മുഖപരിചയം. ആ മുഖപരിചയം അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ എന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കി ആ സമയത്തുണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം, ഒരു ഭയങ്കര ഓസ്കാർ അവാർഡ് കിട്ടിയത് തുല്യമാണ്. കാരണം നമ്മളെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഇയാൾ ടി വിയിലുള്ളതല്ലേ, ഇന്നലെ കണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ, ഇന്നലെ ചെയ്ത അത് കൊള്ളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് ഞാൻ ഒരു സമയത്ത് ആഗ്രഹിച്ചത് അത് നമ്മളിലേക്ക് വന്നു കയറും. അതൊരു ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതിന് പുറമെ നമ്മൾ ഇതൊന്ന് ഫസ്റ്റ് ടൈം നമ്മളൊന്ന്, അതായത് ഒരു തേൻ മധുരിക്കും പോലെയാണത്. അപ്പം നമ്മൾ ഒരിക്കൽ ടേസ്റ്റ് ചെയ്താൽ കുറച്ച് വീണ്ടും ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ തോന്നും. അപ്പം എന്നെ ആരെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇങ്ങനെ നിന്ന് നോക്കിയിട്ടുണ്ട്? പിന്നെ ഉറപ്പായിട്ടും നിന്നിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ പിന്നെ കോമഡി എക്സ്പ്രസിൻ്റെ വിന്നറായപ്പോൾ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു ഫ്ലെക്സ് വെച്ച് ഞാൻ യാത്ര ചെയ്യാൻ തന്നെ ആ ഫ്ലെക്സിൻ്റെ ഫ്രണ്ട് ഇരിക്കാം, ഫോട്ടോ ഞാനാണത് കാണിക്കട്ടെ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ പിന്നെ വണ്ടികളിലേക്ക് നോക്കും, അത് എല്ലാവരും ചെയ്തതാണ്. പിന്നെ ചിലർ അങ്ങനെ നിന്നിട്ടില്ല എന്നൊക്കെ ഭാഷയിൽ ജാടയിൽ പറയാം. പക്ഷെ ഞാൻ നിന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഫോൺ ചെയ്ത് വെറുതെ ജാട പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികം. അന്തകാലം ഇപ്പം അങ്ങനൊന്നും ഇല്ല ചേട്ടാ. അപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് എല്ലാ വീടുകളിൽ നിന്ന് ഭയങ്കര ആശങ്ക. കാര്യം ഞാനൊരു സാധാരണ കുടുംബത്തിലൊരാളാണ്. അപ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു 10-16,000 രൂപയോളം മാസ ശമ്പളം കിട്ടുന്ന മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. സോപ്പ്, ചീപ്പ്, എല്ലാ ഐറ്റംസ് ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഇത്ര വാചാലമായിട്ട് സംസാരിക്കാൻ പഠിച്ചത്. അത് പെട്ടെന്ന് നിർത്തിയപ്പോൾ എൻ്റെ ഒരു വരുമാനം എൻ്റെ വീടിന് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം അത് പെട്ടെന്ന് നിർത്തിയിട്ട് ഇതിലേക്ക് പോയപ്പോൾ വീട്ടിലൊരു പേടിയാണ്, എങ്ങനെയായാലും എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഇതൊക്കെയാണെന്നൊക്കെ പറയുമ്പോഴും
എൻ്റെ ചേട്ടന്മാർ നല്ല സപ്പോർട്ടായിരുന്നു. ആശങ്ക ഉണ്ടെങ്കിലും ആരും നീ ഇത് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ബന്ധുക്കൾ കുറേ പേരൊക്കെ എടാ നീ ജോലിയും കളഞ്ഞിട്ട് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു, അച്ഛനോട് അമ്മയോടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണ് അവനെ അത് കളിക്കാൻ വിട്ടു. പക്ഷേ ഇത് കളം ദോശ തിരിച്ചിട്ട് അവർ മാറിയത് ഞാൻ വിൻ ചെയ്തപ്പോഴാണ്. അതൊരു ഭയങ്കര ആത്മവിശ്വാസം കൂടി. അതിനുശേഷം ഉടനെ ഞാൻ ഏഷ്യാനെറ്റ് കോമഡി എക്സ്പ്രസ് കഴിഞ്ഞ് ഇറങ്ങുന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഒരു സിറ്റ്കോം വെള്ളാനകളുടെ നാടെന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് സിറ്റ്കോമിലേക്ക് ജോയിൻ ചെയ്യും. അപ്പം റിയാലിറ്റി നേരെ സീരിയലിലേക്ക് വരുന്നു. അത് അത്യാവശ്യം നല്ല റേഞ്ചിൽ പോകുന്നു. പിന്നെ സ്റ്റേജ് പ്രോഗ്രാം നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു പൈസയ്ക്ക് നമ്മളെ വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ പ്രോഗ്രാംസും കാര്യങ്ങളായിട്ട് പോകുന്നു. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എടുക്കുന്നു. അതിലോട്ടിട്ട പോലെ പാനിനകത്തിട്ട പോലെ, സ്വർണ്ണതല ഇതുവരെ വീണിട്ടില്ല, പാനിനകത്തിട്ട പോലായി. അപ്പം ബുള്ളറ്റൊക്കെ എടുത്തു. അങ്ങനെ ബെറ്റർ അതിനിടയ്ക്ക് ഒരു പ്രണയം, പിന്നെ അയാളെ കല്യാണം കഴിക്കാൻ, അങ്ങനെ നല്ല കുറെ സമയങ്ങളിലൂടെ പോയി. കൊറോണ വരെ. കൊറോണയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും താഴെ പോയാലും ഞാൻ അടപടലം താഴെ പോയി. ഈ അന്നും ഈ വെള്ളാനകളുടെ നാട്ടിൽ വരുമ്പോഴും ഒക്കെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കാറുണ്ട്. ഫോട്ടോ പരിചയം, ഓരോ പരിചയങ്ങൾ വഴി, സുഹൃത്തുക്കളുടെ പരിചയങ്ങൾ വഴി കൺട്രോളർമാർക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ അതിനകത്തൊന്നും വെളിയൊന്നും വന്നിട്ടില്ല. പിന്നീട് അതിനുശേഷം വീണ്ടും ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാറിൻ്റെ ഭാഗമായപ്പോഴത്തേനാണ് ആക്ഷൻ ഹീറോ ബിജുവിൽ ചെറിയൊരു വേഷം ചെയ്യാൻ കിട്ടി. പക്ഷേ അത് ഡ്യൂറേഷൻ്റെ പ്രശ്നം കൊണ്ട് പോയി. പൂമരത്തിന് ചെറിയൊരു വേഷം ചെയ്തു, അതും ഡ്യൂറേഷൻ്റെ പ്രശ്നം കൊണ്ട് പോയി. പിന്നെയാണ് ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായനായ വികടകുമാരനിൽ ഒരു ചെറിയ, പക്ഷെ ആ വേഷം ഞാൻ ആരോടും പറഞ്ഞില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പോയാലോ, പൂമരത്തിൻ്റെ ക്ലാബ് ബോർഡൊക്കെ വെച്ച ഫോട്ടോ വരെ ഉണ്ടായിരുന്നു. പിന്നെ ലോകം മുഴുവൻ അറിഞ്ഞു ഞാൻ പൂമരത്തെ അഭിനയിച്ച, പക്ഷേ സിനിമ വന്നപ്പോൾ മാത്രമില്ല. അപ്പം വികടകുമാരിലൊരു വേഷം ചെയ്തു, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. തിയേറ്ററിൽ പോയി ഞാൻ കണ്ട് ഞാൻ ഉണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാനും ഈ സിനിമയിലുണ്ടെന്ന് പറഞ്ഞ് പോസ്റ്ററിനടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അന്ന് ഇൻസ്റ്റയില്ല ഫേസ്ബുക്കിലിട്ടത്. പക്ഷേ അത് ചെറിയൊരു വേഷം, ബൈജു സന്തോഷിൻ്റെ കൂടെ ചെറിയൊരു ക്യാരക്ടർ, അയാളുടെ ഒരു ഗുണ്ടയായിട്ട്. പിന്നീട് ഒരുപാട് ഓഡിഷനുകളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഓഡിഷനുകൾ പോകുമ്പോൾ എല്ലാ കലാകാരന്മാർക്കും പറയാമെന്നുള്ള, നമ്മൾ ചെല്ലുമ്പോൾ അയ്യോ ചേട്ടാ നിങ്ങൾക്ക് പറ്റിയത് എന്താണ് ചേട്ടാ, നിങ്ങളെന്ന് നമ്മുടെ സിനിമയിൽ അയ്യോ അങ്ങനെ ഉണ്ട് പറയാന്നൊക്കെ പറയുന്നതല്ലാതെ പിന്നീടാണ് ഞാൻ പിന്നെ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ വരെ എക്സ്ക്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരല്ല, അളികളിൽ പറ്റിയ സാധനങ്ങളില്ല. അങ്ങനെ നമുക്ക് സിനിമ വിദൂരത്താണെന്ന് മനസ്സിലായപ്പോഴാണ് ഉള്ള വർക്കുകൾ ചെയ്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം എന്ന് കരുതി ഇപ്പോൾ ഉള്ള വർക്കുകളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോകും. ചേട്ടാ വെയിലടിക്കുന്നുണ്ട്, എന്നാ മുന്നോട്ട് നടക്കാം. അപ്പം ഇതൊരു നാട്ടിൻ പ്രദേശത്തിന്റെ ഒരു ഇതാണ് അല്ലേ? അതെ. ഇവിടെ എപ്പോഴും രാവിലെ വൈകിട്ടും ഒക്കെ ഇവിടെ കുറെ പിന്നെ സുഹൃത്തുക്കളുണ്ട്. അവർ ഡ്രൈവർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും പല മേഖലയല്ല, സൗണ്ടിങ്ങിന് കൂടെ വെക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുള്ള സമയങ്ങളിൽ എപ്പോഴും ഇവിടെ ഉണ്ട്. അതാണ് ഇത് ഇവിടെ നിന്ന് മാറ്റാത്തത്. രാത്രിയിലൊക്കെ ഉണ്ട്. ചേട്ടാ ഈ നാട്ടുകാരുടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് നാട്ടുകാരനായിട്ടാണോ കാണുന്നത്, സെലിബ്രിറ്റി ആയിട്ടാണോ കാണുന്നത്? നാട്ടുകാരനായിട്ടാണ് കാണുന്നത്. അതെ, നാട്ടുകാരനായിട്ട് കാണാനാണ്. പക്ഷെ അവർ മറ്റുള്ളവരോട് ഇത് ഞങ്ങളുടെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ വരുന്നവരും ഒക്കെ പലയിടത്തുനിന്ന് വരുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇതെൻ്റെ നാട്ടുകാരനാണെന്ന് പറയുന്നത് അത് വലിയ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇവിടുത്തെ തന്നെ 2 രാഷ്ട്രീയ സംഘടനകളെ വിളിച്ച് ആദരിക്കുകയുണ്ടായി. പിന്നെ അതേപോലെ ഞാൻ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ പിന്നെ വെൽക്കം ഡേയുടെ അന്ന് ഗസ്റ്റായിട്ട് വിളിച്ചു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം തരുന്ന കാര്യം. മോൻ പഠിക്കുന്ന സ്കൂളിൽ എനിക്ക് ഒരു സെലിബ്രിറ്റി ലെവലിൽ ചെല്ലാൻ പറ്റിയത് തീർച്ചയായിട്ടും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അക്കാര്യത്തിൽ നന്ദി പറയുകയാണ്. ആക്ച്വലി ചേട്ടൻ ഇവിടെ മരുമകനാണെന്നാണല്ലോ? മരുമകനാണ്. അപ്പം ഇവിടെ വന്ന എങ്ങനെ ഈ സൗഹൃദം? ഇവിടെ വന്ന് സൗഹൃദമായതിനു ശേഷമാണ് ഞാൻ ഇവിടെ ഇപ്പോൾ വന്നേക്ക്. ഇവിടെ സ്ഥിരമായിട്ട് 2.5 വർഷമായി. എൻ്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാനിവിടെ പൂർണ്ണമായിട്ട് നിന്ന് തുടങ്ങിയത്. കാര്യം എൻ്റെ വൈഫിന് അമ്മയില്ല, അമ്മ ചെറുതിലേ മരിച്ചു. അപ്പോൾ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണത്തിലേക്ക് അടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ എഗ്രിമെൻ്റ് ആയിരുന്നു പൂർണ്ണമായിട്ടും എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. കാര്യം അച്ഛൻ ഹാർട്ട് പേഷ്യൻറ്റും പിന്നെ ആസ്ട്രോളജറാണ്, ഇന്നും കടയിൽ പോകും. പിന്നെ അങ്ങനെ ചില ചിട്ടവട്ടങ്ങളൊക്കെയാണ്. അപ്പം അച്ഛന് ചോറ് കൊടുക്കണം, ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കണം, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, ഇൻസുലിൻ എടുക്കണം. അപ്പോൾ അത് ഒരാളില്ലാതെ പറ്റത്തില്ല. അയാൾ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ അച്ഛൻ്റെ ടൈം ടേബിൾ എല്ലാം തെറ്റും. അപ്പം അച്ഛൻ വീണ്ടും രോഗിയാവുള്ളൂ. അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചേച്ചിമാരുണ്ട്, അവരൊക്കെ കല്യാണം കഴിച്ചവരൊക്കെ ദൂരെയാണ്. അപ്പൊ ഈ 15 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ചേട്ടൻ ഇവിടെ വന്ന് പ്രേമിക്കാനുള്ള ഇവിടെ വന്ന് പ്രേമിച്ചതല്ല. എൻ്റെ വൈഫ് നേഴ്സാണ്. അപ്പോഴ്
ഇതെന്ത് പരിപാടി? ഞങ്ങള് വീഡിയോ എടുക്കാൻ വന്നതാണോ? ഇരിക്കും. നമസ്കാരം. എനിക്കറിയാം അച്ചായൻസ് വ്ലോഗ് മില്യണുകൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുക. അത് പറയരുത്. അയ്യോ, ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഫാമിലി ഇപ്പൊ വ്ലോഗല്ലേ, ഇപ്പൊ ഫുഡും പരിപാടി എല്ലാം വിട്ട് ഇപ്പോഴും ഫാമിലി കോമഡി. അല്ല ഇവിടെ എന്ത് പരിപാടി? ഇവിടെ അൻസില് നാട്ടുവിശേഷങ്ങളും കലാപരമായ യാത്രകളും 2020 ഞങ്ങൾ എന്നാ എന്നോട് പറ എന്നാണ് നമ്മുടെ ഷോ. അപ്പം നമ്മള് പ്രശസ്തരായ ജനകീയരായ അല്ലെങ്കിൽ ജനമനസ്സുകളിൽ കുടിയേറിയ ആൾക്കാരുടെ കുടിയേറ്റ വിശേഷങ്ങൾ അറിയുന്നത് നമ്മുടെ മുത്താ കേട്ടോ. ഇത് ഞങ്ങളുടെ ബാല്യകാല സുഹൃത്ത് മാത്രമല്ല. എനിക്ക് അഭിലാഷിനെ കുറിച്ച് പറയുവാണെങ്കിലേ, ഇത് കലാകാരനാവുന്നതിന് മുമ്പേ ഉള്ള ഒരു ബന്ധമാണ്. പിന്നെ കലാകാരനായത് പെട്ടെന്നായിരുന്നു. അല്ല, ഈ തലച്ചറ ഭാഗത്തുനിന്ന് ഈ കോമഡി കാറ്റ് വല്ലതും ഉണ്ടോ? ഈ കാണുന്ന എല്ലാവരും കോമഡി ഇതിന്റെയൊക്കെ കോമഡി ഞാൻ അത്ഭുതത്തോടെ കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ മൊബൈൽ ഷോപ്പായിരുന്നു. അതിനുശേഷം യൂട്യൂബിനെ കടന്നുകയറ്റം തുടങ്ങിയ സമയത്തിന് ഒരു സാംസങ്ങിന്റെ ഫോണിനകത്ത് ഒരു അതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. എന്നെ അറിയിക്കാതെ സുഹൃത്തുക്കൾ നമ്മളെ അവോയ്ഡ് ചെയ്തിട്ട് ചാനൽ തുടങ്ങി. ഞങ്ങൾ ചാനൽ തുടങ്ങി. ചാനൽ തുടങ്ങിയതുപോലെ തന്നെ പുള്ളിയുടെ പ്രാർത്ഥന കൊണ്ട് പെട്ടെന്ന് പൂട്ടി. അല്ല, ആ വാശിക്കായിരുന്നു ഞാൻ തുടങ്ങി. പൂട്ടി തുടങ്ങി. അതിനുശേഷം ഞങ്ങളുടെ ചാനൽ വിട്ടപ്പോൾ ഞാൻ ഇവരുടെ ആങ്കറായിട്ട് അൻസൽ ചെയ്യുന്ന പോലെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം പോകുമായിരുന്നു. അപ്പം ചെറിയ ഒരു പിന്നെ മൈക്ക് സ്റ്റാൻഡും മൊബൈൽ സ്റ്റാൻഡും ഇത് വെച്ചിട്ട് കുറേ സ്ഥലങ്ങൾ ചെയ്തു. പിന്നീട് ഞാൻ പ്രോഗ്രാമിന്റെ തിരക്കിലേക്ക് വന്നപ്പോഴത്തേന് അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്ത് മോണിറ്റർ ചെയ്ത് സാറെന്ന് എന്റെ ഒരു സാറാണ്. അങ്ങനെ ഇപ്പം ശരിക്കും മില്യൺ വ്യൂസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് പിന്നെ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. നോട്ടിഫിക്കേഷനിൽ വരുന്നതെല്ലാം അതിന്റെ കാര്യം അവിടെയാണ് എനിക്ക് ഇത്രയും സ്നേഹം. കാരണം എന്ത് സത്യസന്ധമായ വാക്കുകളെ പറയും. 10 പൈസ കിട്ടുന്നില്ലടാ, കറക്റ്റ് സത്യം പറയുന്നു. പക്ഷെ മില്യൺ മാത്രമേ ഉള്ളൂ. നിങ്ങളെ മേലെ എത്ര വർഷത്തെ? ഞങ്ങള് എനിക്കൊന്ന് ഡിഗ്രി പഠനം 20-22 വയസ്സ് മുതലുള്ള പോയി ഡിഗ്രി വരെ പോയി. പിന്നെ ബാക്കി ചോദിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചാണ്? അല്ലല്ല, ഇത് മുതുക്ക്. ഞാൻ ചെറുപ്പം. ഞാൻ ഇദ്ദേഹം മൊബൈൽ ഷോപ്പ് ജോലിയെല്ലാം വിട്ട് നിൽക്കുമ്പോ ഞാൻ കോളേജ് പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ. വല്ല കാര്യം കണ്ടാ എങ്ങനെയാണ് അയ്യോ എന്തൊരു അതിശയോക്തിയില്ലേ പറഞ്ഞു വെച്ചതുപോലെ. അതിശയിട്ട എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരമാണ്. സതീഷ് ഇങ്ങനെ പലയിടത്തും വന്ന് ഇടിച്ചു കയറാറുണ്ട്. ഒരിക്കലും ഇല്ല. പാവപ്പെട്ട ചെറിയ കലാകാരൻ. ഇതുവഴി മീൻ മേടിക്കാമല്ലോ. നമ്മുടെ അളിയന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരാനാണ്? ഇപ്പൊ അവർക്ക് മനസ്സിലായി പറഞ്ഞു വെച്ചിട്ട് വന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വിശേഷം ഉത്സവ സീസൺ തുടങ്ങി. ഓടി കിടന്ന് പ്രോഗ്രാം ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തിനെക്കാൾ ഭേദമായിട്ട് പണ്ടത്തെ കളിച്ചൊരു വെളുത്തല്ലേ? വെളുത്ത് ആ ഒരു കാര്യത്തിലേ ഷിച്ചാനെക്കാട്ടിലും ബെറ്റർ സതീഷ. പ്രോഗ്രാം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയും, പൈസ ഉണ്ടോന്ന് വെച്ചാൽ രണ്ടുപേരും സെയിം. എത്രയും നേരം ഇങ്ങനെ പൊക്കി അടിച്ചിട്ട് അവസരം കാണാൻ ഒരാൾ വന്നപ്പോ കാണാൻ നീ ഇപ്പൊ നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞു, അതായത് സതീഷ് കോമഡി വോഡഫോൺ കോമഡി സ്റ്റാറിൽ എനിക്ക് പരിചയമുള്ള പേരറിയാവുന്ന ഒരു കലാകാരൻ എന്ന് പറയുന്നത് സതീഷാണ്. ഞാനന്ന് ഈ സെയിൽസിന്റെ വീണ്ടുമായിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തിനെ വെട്ടിക്കാൽ വെച്ച് കാണും, ഒരുമിച്ച് സെൽഫി എടുത്തിട്ടുണ്ട്. ആ പരിചയം മുന്നോട്ട് വളർന്നു. അപ്പൊ പല സ്ഥലങ്ങളിലും ഇവന്ന് ഈ സെയിൽസിന് മുമ്പ് ബ്ലേഡ്, സോപ്പ് ഇതൊക്കെ തന്നെ സ്വാധീനിക്കും. അന്ന് ഇവൻ തമാശല്ല, അത് ഓണമൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ അവിടെ അന്ന് അന്നൊക്കെ പിന്നെ അളിയനായി സതീഷായി. അല്ല അന്ന് ഇവൻ മിമിക്രി ഭ്രാന്തനാണ്. അന്ന് ട്രൂപ്പിൽ കളിക്കുന്ന ട്രൂപ്പിൽ കളിച്ചിട്ടില്ല. പിന്നീട് ട്രൂപ്പിൽ തുടങ്ങിയതിന് ശേഷം സതീഷിനെ കണ്ട് പരിചയമായതിനു ശേഷമാണ് ട്രൂപ്പിലേക്ക് വരുന്നത്. മലയാളികളുടെ ഒരു കുഴിച്ചെറുപ്പ് ചോദ്യം ചോദിക്കട്ടെ. സാധാരണ ഒരു മേഖലയിൽ നിൽക്കുന്ന മറ്റൊരാൾ മേഖലയിൽ കൈപിടിച്ച് വരുത്താറില്ല, കാരണം തൊളിച്ചോട്ടി കയറിപ്പോ. അത് പ്രത്യേകിച്ച് നാട്ടുകാരെ പക്ഷെ നമ്മളെ കാണല്ല. ഇപ്പോഴും അത് ഉണ്ടെന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം വെള്ളരിക്കാപട്ടണം സൗബിൻ മഞ്ജു വാര്യർ കോമ്പിനേഷന്റെ വെള്ളരിക്കാപട്ടണത്തിൽ അഭിനയിച്ചപ്പോഴും എന്റെ ഫോട്ടോ കളക്ട് ചെയ്തിട്ട് എന്നെ മേടിച്ചിട്ട് അവിടെ കൊണ്ട് കാണിച്ചു. വെള്ളരിക്കാപട്ടണം അളിയന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും. അത് പിന്നെ നമ്മൾ രണ്ടുപേരും റൂമിലാണ് താമസിക്കുന്നത്. അതെ ഞങ്ങൾ ചെയ്യുമ്പോഴത്തേനും ഞങ്ങൾ റൂമിലാണ്. ഇതിന്റെ അടുത്ത് കിടന്ന രസമുണ്ട് കേട്ടോ, നല്ലതാ. ഇങ്ങനെ ചരിഞ്ഞ് കുറച്ചു ഒന്ന് കിടന്നോ.
ചേട്ടാ നിങ്ങൾ ചെയ്തതിൽ കോമ്പിനേഷൻ നമ്പർ വല്ലതും കയ്യിലിരിപ്പുണ്ടോ? കോമ്പിനേഷൻ സ്കിറ്റുകളല്ലേ സ്കിറ്റുകൾ കുറേ ചെയ്തിട്ടുണ്ട്, സ്കിറ്റുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ സിറ്റ്കോമുകൾ ഞങ്ങൾ ശരിക്കും ശത്രുക്കളായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് ജിമ്മി, ഞാൻ സുപ്രു എന്ന് പറയുന്ന ഒരു അരവയർ. കൂടുതലും വഴക്കുകളായിരുന്നു. പിന്നെ സ്കിറ്റുകൾ ഞാൻ എന്തെങ്കിലും ചെറിയ കഥകൾ പ്ലാൻ ചെയ്യുമ്പോൾ സതീഷോട് ഷെയർ ചെയ്യും. സതീഷ് അത് കേട്ടിട്ട് നല്ലൊരു ജഡ്ജ്മെന്റ് പറയാറുണ്ട്. ഞാൻ എഴുതിയ ഈ അടുത്ത സമയത്ത് സലാഡ് സ്റ്റോറിയിലൊരു ക്യാരക്ടർ ചെയ്തു. അങ്ങനെയൊക്കെ പ്രശസ്തി ആസ്വദിക്കുന്ന ഒരു അസുഖം പോണ്ടെന്ന് കുറച്ച് മുന്നേ പറഞ്ഞത്. അതായത് ഇവിടെ നിന്നിട്ട് റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും വർക്കൗട്ട് ആയില്ല. വേറെ സാധനം ഉണ്ട്. ഹലോ, എന്ന എപ്പിസോഡ് വരുന്നത്? ഷൂട്ട് ഇല്ലല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ. അങ്ങനെ പറഞ്ഞെങ്കിൽ എടാ ഒന്ന് നോക്കടാ എന്നെ. അങ്ങനൊക്കെ എന്റെ അടുത്തും പറയാറുണ്ട്. ചേട്ടാ നിങ്ങൾക്ക് ഈ ഇത് വ്ളോഗിലൊന്നും കൈവയ്ക്കാൻ തോന്നിയില്ല ഇതുവരെ? ഇപ്പൊ യൂട്യൂബ് ചാനലില്ലാത്ത അതുകൊണ്ട് അമ്മച്ചി കയറി യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്. ഹായ് മിമിക്രി വെട്ടിക്കാറുണ്ടായിരുന്നു. പിന്നെ 4 വർഷത്തേക്ക് പിന്നെ അതിൽ നമ്മൾ 3 എപ്പിസോഡ് ചെയ്തു. നമ്മുടെ പൈങ്കിളി സിനിമ ഡയറക്ട് ചെയ്ത് ശ്രീത്ത് മേലിലാണ് ഇപ്പം അത് ഞങ്ങൾ അന്ന് ഷൂട്ട് ചെയ്തത്. ആ ഡയറക്ടർ ചെയ്ത് ശ്രീത്ത് അഭിനയിക്കാനും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുഴപ്പമില്ല, നല്ലായിരുന്നു. പക്ഷെ ഇവൻ ചെയ്തതാണ് ഓരോ കടകൾ കയറി അങ്ങ് മുടിപ്പിക്കുമായിരുന്നു. ഹോട്ടലുകൾ മാത്രമേ ഇവന്റെ മാഷ് തുടങ്ങി അംഗനവാടിയുടെ സൈഡിൽ കൊണ്ടുവച്ചേ കഴിക്കാൻ പരിപാടികളെ ചെയ്യും. അപ്പൊ സതീഷേ, എന്തായാലും നമ്മൾ ഒരുമിച്ചിരുന്നു. എല്ലാവരും എന്താന്ന് വെച്ചാൽ അപ്പൊ ഞാൻ എത്ര ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സതീഷിന്റെ പറയുമ്പോഴേ സതീഷിന്റെ മിമിക്രി ജീവിതത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം എന്ന് പറഞ്ഞാല് സതീഷിന്റെ മോഹൻലാൽ. അതേപോലെ സതീഷ് മോഹൻലാലിന്റെ ശബ്ദം അടിപൊളിയായിട്ട് അനുകരിക്കും. അച്ചായന് വേണ്ടിയിട്ട് ഇപ്പം രണ്ടു എന്നാലും വേറെ കാര്യം നിങ്ങൾ ഇവൻ ഉണ്ടല്ലോ, ഇവൻ ആ നമ്മുടെ 4 വർഷം മുമ്പ് ഇവൻ ഈ സെയിൽസ് നടക്കുന്ന സമയത്ത് മുടിയൊക്കെ ചേർത്തി ലാലേട്ടൻ്റെ വിട്ട് ഇയാള് ജീവിക്കുക. ആ സമയത്ത് ഭയങ്കര ജീവനായിരുന്നു. തമാശ അതെല്ലാം പോട്ടെ. ആ സമയത്തെല്ലാം ഓരോ ഫിഗർ ചെയ്യും, വീഡിയോ എന്നെ കാണിക്കും. വിഷ്ണുഭത്തിന്റെ കസ്തൂരി എന്നുള്ള പാട്ട് എഴുതും. ഇത് ചെയ്തു. ഈ അടുത്ത സമയത്ത് 1 വർഷം മുമ്പ് ഇവൻ ഇത് വെച്ച മോഹൻലാൽ ഇവൻ എന്ത് ചെയ്യണം? 6 മാസം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അത് ചാനലില്ല, അത് കുഴപ്പമില്ല. അത് ഇത് സ്റ്റേജിൽ ചെയ്ത് ഏറ്റവും അവസരം ഫാൻസ് അസോസിയേഷൻ വിളിച്ച് എല്ലാം പറഞ്ഞ് മേല ആ ഏരിയയില് മുട്ടൊക്കെ മേല അതിനെ കണ്ടേക്കരുതെന്ന് പറഞ്ഞു. ധൈര്യം പേടിയാ ചെയ്യാൻ. അപ്പം ചെറുതായിട്ടൊന്ന് ഫയറപ്പ് ചെയ്താൽ. അതെ, സൗണ്ട് പഴയ കാല സൗണ്ട് പറയാം. ഒരു പ്രശ്നമില്ല അല്ലേ? എടാ ശേരക്കുട്ടി, നീ മന്ത്രിയുടെ അല്ല ഏത് ചക്രവർത്തിയുടെ പോരെന്ന് പറഞ്ഞാലും ഇതിന്റെ പെരുക്കത്തരം നിന്നെ വിട്ടു പോകില്ല. ഇനിയാണ് അത് പുതിയതില്ല, ഇതന്നെ പറയുന്നത്. നിങ്ങൾ ത്രയങ്ങളാണോ അവിടെ മെയിനായിട്ട്? തീർച്ചയായിട്ടും. ചിലപ്പോൾ സതീഷിന്റെ വീടിന്റെ അവിടെ നിൽക്കും, ചിലപ്പോൾ ഇതേപോലെ പാലത്തിൽ പോയി നിൽക്കാറുണ്ട്. ഈ ഫോട്ടോടുപ്പും കാര്യങ്ങളും. നിങ്ങൾ ഈ മദ്യപാന പരിപാടികളൊക്കെ എങ്ങനെ? വല്ലപ്പോഴും കഴിക്കും. ആഴ്ച 7 ദിവസം. പക്ഷെ ഇയാളെ എത്ര ആളാണ് എടുത്തിട്ട്? 4 വർഷം. 4 വർഷം. പക്ഷെ അതിന് മുമ്പുള്ള കാഴ്ച പറയണം. ഒരു ഫുൾ എടുത്ത് കഴിഞ്ഞു ഒറ്റയ്ക്ക് അല്ല, നമുക്ക് കിട്ടത്തില്ല. ഒരു 60 കൊല്ലം കിട്ടും. എന്നിട്ടൊരു വിരളെ പിടിക്കത്തില്ല. എന്നിട്ട് ഇപ്പോഴത്തെ പരിപാടി പറയുന്നു, നമ്മൾ ചുമ്മാ കഴിക്കണ്ടെന്ന് പറഞ്ഞാലും അളിയ അവിടെ കഴിക്കുക, ചുമ്മാ രസമില്ലേ, വല്ലപ്പോഴും കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ടുള്ള ഇറച്ചിയൊക്കെ മേടിച്ച് വെച്ചിട്ട് അത് മൊത്തം അളിയും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 132 GB ഉണ്ട്. ഇതൊക്കെ കുറെ സമയം എടുക്കത്തില്ലേ. നമ്മളല്ല ഒരു 60-90 കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ വേറെ സംഭവം സിഗരറ്റ്. നമ്മൾ ഈ സിഗരറ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ സിഗരറ്റ് വഴി ഭയങ്കര ഇങ്ങനെ സിഗരറ്റ് വലിക്കുമ്പോൾ കത്തിക്കാൻ പറ്റത്തില്ല. അന്ത്യാപീസിന്റെ പോകാൻ അവിടെ കേട്ടോ. അല്ല, ഒരു സംഭവം ഞാൻ പറയാം. ഇങ്ങനെ വലിച്ചു നമ്മുടെ ഈ പരിപാടി ടെൻഷനാണ് വലിക്കുന്നത്. എപ്പോഴാന്ന് പറഞ്ഞ ആൾക്കാർ തലക്കളി കേൾക്കാൻ പറ്റുന്നത്. നമ്മള് കൊലച്ചോറാണ്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കും എന്ത് സംഭവിച്ചാലും ഇങ്ങനെ വർദ്ധിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ സിഗരറ്റ് അടിക്കുമ്പോഴേക്കും പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് അളിയ നാളത്തെ പരിപാടിക്ക് അളിയന്റെ ഫിഗർ അത് കുറച്ചുകൂടെ ആക്കണം. എന്തുകൊണ്ടെന്ന് പറയുമ്പോഴേ സാധനം പോയി വിഷയം മാറിയില്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇടം കൂടെ ഇടണം പറയും. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ വലിക്കുമ്പോഴേക്കും പറയണ്ടേ, ഇവിടെ ഇന്നലെ നിന്റെ മറ്റേ സ്കിറ്റിനകത്ത് മറ്റേ സംഭവം
അതുകൊണ്ടാണ് ശരിയാണ്. ഇപ്പോഴത്തെ കറങ്ങി പോയി. അങ്ങനെ ഞാൻ ഈ ട്രൂപ്പിൽ നിന്ന് മാറി വേറെ ട്രൂപ്പിലോട്ട് പോകും. അന്നേരം അഭിലാഷ് അതെന്ത് കളിയാ നീ എന്നെ വിളിക്കണ്ടോ, നീ എന്ത് വിളിക്കാം എടാ മറ്റന്നോണ്ടല്ലടാ. അപ്പൊ ഞാൻ നമ്മൾ എല്ലാം ഒരുമിച്ച് ഒരേ വർഷം ഒരുമിച്ച് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പൊ ചോദിക്കുകയാണ് അളിയാ ആർട്ടിസ്റ്റ് ബേസ് ഞാൻ മോശം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൊന്നളിയ ആർട്ടിസ്റ്റ് ബേസ് നീ പക്കയാണ്, സിഗരറ്റ് ബേസിലാണ് നീ. സിഗരറ്റിന്റെ വേറൊരു കഥയുണ്ട്. ഞങ്ങളൊരു യാത്രയിൽ ഇതേപോലെ സതീഷിന്റെ പ്രോഗ്രാം കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്പലത്തിന്റെ അടുത്ത് മൈക്ക് സൗണ്ട് ഒക്കെ കേൾക്കുന്ന ഒരു ഏരിയയിൽ വണ്ടി എടുത്തിട്ടാണ് ഒരു 3-4 സൂപ്പർ പരിപാടി. നമ്മുടെ പരിപാടി കളിക്കുക. നമ്മുടെ പരിപാടി നമ്മൾ ഈ കരിപ്പാട് അങ്ങോട്ടുള്ള ഏരിയയിൽ അമ്പലപ്പുഴ ഭാഗത്ത് നമ്മുടെ ഈ തിരുവനന്തപുരം സ്റ്റൈൽ മിംസ് അങ്ങനെ ഏൽക്കൂല. അല്ലെ അവിടെ ചെന്ന പ്രോഗ്രാം ഭക്തിഗാനം തൊട്ട് കൂവലും തെറിവിളിയും ഏറ്റവും അവസാനം പ്രോഗ്രാം പൊളിഞ്ഞ് കയറി. അത് കഴിഞ്ഞിട്ട് വന്നു നമുക്ക് നാണക്കാണ് എന്താണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു 4 ദിവസം കഴിയുമ്പോൾ കായംകുളത്തുനിന്ന് ഈ ഇതിന്നൊരു 10 ഒരു 15 കിലോമീറ്റർ ഇപ്പുറം വെച്ച് കളി. ഇപ്പൊ ഞാനിവരിങ്ങനെ പോകും. ഞാൻ പറഞ്ഞ ഇന്നും കൊലച്ചോറ് തന്നെ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു ഒരു മൂടും ഇല്ല. ഞാൻ പറഞ്ഞു എന്തിനാണ് ഇത്രയും ദൂരമൊക്കെ പരിപാടി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ, നമുക്ക് ഇവിടെ കാണുമൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ കുറ്റമല്ല, ഈ ടൈറ്റിൽ അങ്ങോട്ട് സംഭവം നമുക്ക് ഉദ്ദേശിക്കുന്നത് അവർക്കൊക്കെ എറണാകുളം സ്റ്റൈല് മിമിക്രി. അന്നേരം കാണാം ഫോൺ കോൾ ഡാൻസ് റജി. ഞാൻ പറഞ്ഞു എടാ പ്രശ്നമില്ലടാ അമർ സ്പോട്ട് എത്തി, സ്പോട്ടിൽ നാളെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ സ്പീക്കർ പറഞ്ഞു സ്പീക്കർ ഇട്ട് അപ്പൊ അങ്ങനെ വണ്ടി വിളിച്ചിരിക്കുക വിട്ടിക്കല്ലേ സൗണ്ട് എന്നിട്ട് അപ്പോഴേ ഞാൻ പറഞ്ഞു എന്തോ വിട്ടിക്കല്ലേ എവിടായി നമ്മളെ കായംകുളമൊക്കെ പറയും പ്രശ്നമാണ് വെട്ടിക്കല്ലേ. ഞാൻ പറഞ്ഞടാ എന്തോ കാര്യം പറ. ഒറ്റ കടയിൽ സിഗരറ്റ് ഇല്ല. പറയാനൊന്നുമില്ല. പേടിച്ചു പോയി. കാരണം 5 ദിവസം മുമ്പ് ഏരിയ പരിപാടി പൊളിഞ്ഞു പോയില്ലേ. പൊളിഞ്ഞതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ ഈ പരിപാടിയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ വലിയ ബോധമില്ലാത്തത് കൊണ്ടും അയ്യോ ഒന്നും പറയണ്ട. അവരെന്തിനാന്ന് അങ്ങനെ എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അല്ല ഇപ്പോഴും അവനങ്ങനെ തന്നെ വിളിക്കുന്നത്. അഭിലാഷേ കൊട്ടാരക്കരല്ല പരിപാടി കൊടുത്തേക്കുന്നത് നമ്മളൊരു ഗന്ധം വെച്ചിട്ട് പൈസ തന്നില്ല, അത് തന്നെ അവർ തോലം തരാണ്. അളിയൻ കാണാൻ വരുമോ ഇത് പറയാനാണ്. പ്രസന്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്, നമ്മളെ ഒരുപാട് ടെൻഷൻ അടിപ്പിക്കും. അങ്ങനെ കുറെ സംഭവം. ഇവര് ഗംഭീരം. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, എന്നെ പ്രോഗ്രാം കാണാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ത്രയത്തിന്റെ ഒരു 25 പരിപാടി എങ്ങനെ? 25 ഞങ്ങൾക്ക് 2 പേർക്കും സിനിമ തന്നെയാണ്. എനിക്കിപ്പോൾ ഒരു സിനിമ ശുക്രൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചെറിയൊരു വേഷം കിട്ടി. അതിപ്പം 2 ദിവസത്തിനുള്ളിൽ 2 ദിവസം ഡേറ്റ് വന്നിട്ടുണ്ട്. സതീഷ് നേരത്തെ പറഞ്ഞൊരു ക്യാരക്ടറിന്റെ പുറയിലാണ് അതിന്റെ റെഫറൻസ് ഒക്കെ എടുത്തേക്കുന്നത്. ഉടനെ തന്നെ വിളിയിൽ ഇപ്പോഴേ വിടുന്നില്ല. അതെ അതെ, ഇദ്ദേഹം മില്യൺ വ്യൂസ് തന്നെ. പറ അത് കേൾക്കട്ടെ, അത് പറ. കൗമുദിയോടെങ്കിലും ആ സത്യം ഒന്ന് പറഞ്ഞു പറ. മലയാളി, ടിപ്പിക്കൽ മലയാളി. കുഴപ്പമില്ല, ദൈവം സഹായിച്ച് കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇനി ഇന്നത്തെ ബാക്കി പരിപാടി എന്താ? ബാക്കി പരിപാടി എന്റെ ദൈവമേ ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങാം. സതീഷ് എനിക്ക് ഞാനിവിടെ ഒരു ഫാമിന്റെ ചെറിയൊരു വീഡിയോ എടുത്ത് ഇറങ്ങിയത്. അതിന്റെ കൂട്ടത്തിലാണ് കണ്ടത്. ആത്മാർത്ഥമുള്ള സുഹൃത്താണ്. ഞാൻ പോവാ. സന്തോഷം, കാണണം. ഓക്കെ ആ മൈക്കൂരി കൊടുത്തേക്കോണേ. ഇപ്പൊ ആർക്കും മനസ്സിലായി കാണത്തേയില്ല. പോയിട്ട് വരാം. അയ്യോ അത് പറഞ്ഞപ്പോഴാ. ഇനിയിപ്പം വീട്ടിലോട്ട് പോവാം. വീട്ടിൽ തന്നെ എന്നാലും ബാ കഴിക്കാന്ന് പറയത്തില്ല. അല്ല ചെല്ലാത്ത പടേ ഉള്ളൂ. ആ അപ്പം എന്തായാലും 2025 വളരെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള വളർച്ചയുള്ളൊരു വർഷമാവട്ടെ. നമ്മുടെ എന്നാ എന്നോട് പറയൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് വർക്കുകൾ ഇട്ടിട്ട് അടിപൊളിയാവട്ടെ. താങ്ക് യു. നളിയനും ഒരുപാട് ഇതാവട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഭയങ്കര സന്തോഷം. ഓക്കെ ഇപ്പൊ ഒന്നും മറക്കല്ലേ. വീട്ടിൽ പഴമില്ലെന്ന് പഴം ഉണ്ടല്ലോ ഇവിടെ. നല്ല ഇതേപോലുള്ള സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പൊ എങ്ങനെയാ ഉച്ച അടിച്ചു വെയിലടിച്ചു. പിന്നെ ഞാൻ കൊട്ടാരക്കരയിൽ പോകുമ്പോൾ സംഗമിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു മൊബൈൽ ഷോപ്പുണ്ട്. ടൗണിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ ഇറങ്ങാറുള്ളൂ. അപ്പം അവിടെയാണ് ഏറ്റവും കൂടുതൽ.
സിനിമ ഡൗൺലോഡ് ചെയ്യേക്കും, സിനിമ വിശേഷങ്ങളും പുതിയ സിനിമയുടെ ഇംഗ്ലീഷ് പടമാണോ ഡൗൺലോഡ് ചെയ്യുന്നത്? അല്ലല്ല മലയാള സിനിമകളെ കാണുന്നത്, മലയാളം തമിഴ്. അവിടെ പോയിരുന്നിട്ട് അപ്പൊ അമ്മമാരോടാണ് ചോദിക്കുന്നത് സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യും. പിന്നെ എന്റെ മൊബൈൽ വിൽപ്പന വാങ്ങല് എല്ലാം അനിയൻ പയ്യന്മാരാണ്, പക്ഷെ നല്ല എന്നെ എല്ലാ രീതിയിലും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടാണ്. നമുക്ക് അവിടേക്കൊന്ന് പോവാം. ഓ, പോവാം.